ചവറ സ്വദേശി വേണു ചികിത്സ കിട്ടാതെ മരിച്ചതിൽ ആശുപത്രി ജീവനക്കാർക്ക് ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ അടിയന്തര ചികിത്സ നൽകിയിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് DME നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICUവിൽ പ്രവേശിപ്പിച്ചെങ്കിലും മെഡിക്കൽ വാർഡിൽ നിന്ന് ചികിത്സ കിട്ടാൻ വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് കൊണ്ടുപോയതാണ്, നെഞ്ചുവേദനയായിട്ട് കൊണ്ടുപോയതായിരുന്നു, അങ്ങനെ ECG വേരിയേഷൻ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതെല്ലാം ഞാൻ അവിടെ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ആ ഓഫീസർ ആദ്യമേ ചോദിച്ചത്, ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്, എത്രയോ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി കൂടായിരുന്നു എന്ന് ചോദിച്ചു. സത്യത്തിൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഹോസ്പിറ്റലാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇന്നലെ ഒരു ഗവൺമെൻറ് ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു ഓഫീസർ പോലും അങ്ങനെ ചോദിച്ചപ്പം സത്യത്തിൽ എനിക്ക് ഒരുപാട് വേദന തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. KMML ഗസ്റ്റ് ഹൗസിൽ പോയിട്ട് നേരത്തെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു, DME ഓഫീസിൽ വന്നിട്ട് മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഇന്നലെ എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വായിച്ച് നോക്കിയതിൽ അതായത് ഭാഗികമായിട്ട് അവർ സമ്മതിച്ചു, അവരുടെ ഭാഗത്തു നിന്ന് ഒരു പിഴവുണ്ട് എന്ന് സമ്മതിച്ചു. പക്ഷേ മൊത്തത്തിൽ പറയുന്നത് അത് ഭാഗ്യമായിട്ട് ഉണ്ടെങ്കിലും കൂടുതലും നമ്മളുടെ ഭാഗത്ത്, അതായത് നമ്മൾ പേഷ്യൻറ്റിനെ കറക്റ്റ് സമയത്ത് എത്തിച്ചില്ല, എല്ലാ കാര്യത്തിലും ഡിലേ സംഭവിച്ചു, കൊല്ലത്ത് കൊണ്ടുപോയി അവിടെയും അവർ കറക്റ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അതിനകത്ത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, ഇതൊക്കെയാണ് അതിനകത്ത് സൂചിപ്പിച്ചിട്ട്. പിന്നെ അവസാനം അവർ സജഷൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവരുടെ ഹോസ്പിറ്റലിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം, സ്റ്റാഫ് കുറവാണ്, അതേപോലെ അവിടുത്തെ സ്റ്റാഫിന് കുറച്ചുകൂടെ കൗൺസിലിംഗ് കൊടുക്കണം, സ്കിൽ വർക്ക് കൊടുക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴ് അതായത് ജനുവരി 5 ആയപ്പോഴേ ഏകദേശം 2 മാസമായി പുള്ളി മരിച്ചിട്ട്. ഇതുവരെ ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്നോ ഒരു വക തിരക്കാൻ ഇതുവരെ ആരും വന്നിട്ടുമില്ല, ഒന്നുമില്ല.